Good Good afternoon. afternoon. Good afternoon, miss. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Okay, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ എത്ര വരെയാണ് നമ്മൾ എടുത്ത് നിർത്തിയത്? അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് വരെയല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പർച്ചേസ് മാനേജർ. പർച്ചേസ് മാനേജറുടെ ജോബ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. The person that normally runs the purchasing department is called the purchase manager. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് നയിക്കുന്ന പേഴ്സണെ പറയുന്ന പേരാണ് ഇത് പർച്ചേസിംഗ് മാനേജർ എന്ന്. ഓക്കെ, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് റൺ ചെയ്യിപ്പിക്കുന്ന പേഴ്സണെ പറയുന്നതാണ് പർച്ചേസിംഗ് മാനേജർ. Purchasing job description is a strategic in nature and usually consists of the following. ഇനി പർച്ചേസ് മാനേജറുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ് ആ പോയിന്റ് വൈസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓരോന്നും നമുക്ക് നോക്കാം. Maintaining the purchasing policy and ensuring that all purchase sticks to it. എന്താ പറയുന്നത്? പർച്ചേസിംഗ് പോളിസീസ് അല്ലെ, ഓരോ ഡിപ്പാർട്ട്മെന്റിനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പർച്ചേസിംഗ് പോളിസീസ് ആര് രൂപപ്പെടുത്തേണ്ടത്? പർച്ചേസിംഗ് മാനേജർ ആണ് രൂപപ്പെടുത്തുന്നത്. അതനുസരിച്ച് ഓരോ പർച്ചേസിംഗും അല്ലെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? പർച്ചേസ് മാനേജറുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അപ്പോ കുറെ ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുള്ള ജസ്റ്റ് ഒന്ന് പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കാം കേട്ടോ. 96 തന്നെയാണോ പേജ് നമ്പർ? ഓക്കെ, 96 എടുക്കാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പർച്ചേസിംഗുമായിട്ട് ബന്ധപ്പെട്ട് പർച്ചേസിംഗ് പോളിസീസ് ഉൾപ്പെടുത്തുക, അതുപോലെ തന്നെ അതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് കൂടി ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. അതാണ് ഫസ്റ്റ് ജോലി അല്ലെങ്കിൽ ഡ്യൂട്ടി ആയിട്ട്. ആരുടെ ഡ്യൂട്ടി ആയിട്ടാ പറയുന്നത്? പർച്ചേസിംഗ് മാനേജർ. ഇനി എന്താ? Choosing the suppliers that the company will deal with and keeping the legal interactions with them. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ്? ഓരോ സപ്ലയേഴ്സിനെ നമ്മൾ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ സപ്ലയേഴ്സിന്റെയും അല്ലെങ്കിൽ വെൻഡേഴ്സിന്റെയും എന്താണ് ഒരു ലിസ്റ്റ് ഉണ്ടാവും അല്ലെ? ആ ലിസ്റ്റ് നോക്കിയിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആളുകളെയാണ് നമ്മൾ സപ്ലയർ ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. നമുക്ക് യോജിച്ച സപ്ലയറെ നമ്മൾ ആ ലിസ്റ്റ് നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇല്ലേ? ഓർമ്മയുണ്ടോ പറഞ്ഞതായിട്ട്? ആരോർക്കുന്നു അല്ലെ? നമ്മള് ക്ലാസ് തുടങ്ങിയപ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, മുമ്പത്തെ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുമ്പോൾ എന്താണ് ഒരു ലിസ്റ്റ് ഓഫ് വെൻഡേഴ്സിന്റെ ലിസ്റ്റ് ഉണ്ടാവും. ആ ലിസ്റ്റ് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അത് നോക്കിയിട്ടാണ് ഓരോ വെൻഡേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ പർച്ചേസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അവരുമായിട്ട് നമ്മൾ സപ്ലയർ സെലക്ട് ചെയ്യുന്നു, ആ ലിസ്റ്റ് നോക്കി അതിനുശേഷം അവരുമായിട്ടൊരു ലീഗൽ അല്ലെ, ലീഗലി എന്താണ് നിയമപരമായിട്ടുള്ള ഒരു ഇടപെടൽ തന്നെയായിരിക്കണം നടത്തേണ്ടത്. നമ്മൾ എഗ്രിമെന്റ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ കരാറിലൊക്കെ ഏർപ്പെട്ടിട്ടാണ് പർച്ചേസിങ് ചെയ്യുന്നത്. അതാണ് അവിടെ പറയുന്നത്. ഇനി എന്താ? മാനേജിങ് ആൻഡ് SLAs. ഓക്കെ, അത് എന്താണെന്ന് നോക്കിയാൽ ഫുൾ ഫോം സർവീസ് ലെവൽ എഗ്രിമെന്റ്സ് that may be in place and managing and master agreement between the suppliers and the company. എന്ത് ചെയ്യുന്നുണ്ട്? ഈ SLA സർവീസ് ലെവൽ എഗ്രിമെന്റും അതുപോലെ തന്നെ മാസ്റ്റർ എഗ്രിമെന്റ് നമ്മൾ അവിടെ കണ്ടു അല്ലെ? സർവീസ് ലെവൽ എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് വാറണ്ടി ഗ്യാരണ്ടി ഒക്കെ കൊടുക്കുന്ന തരത്തിലുള്ള ഒരു എഗ്രിമെന്റ് ആണ് ഇത് സർവീസ് ലെവൽ എഗ്രിമെന്റ് എന്ന് പറഞ്ഞത്.
നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? എടുത്തിട്ടുണ്ടായിരുന്നോ? ഓക്കെ. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ ആരാ പറഞ്ഞ് എടുക്കാനുണ്ടെന്നുള്ളത്? ഓക്കെ ഓക്കെ. അപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാട്ടോ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാ. ഓക്കെ. ഇനി സ്റ്റോക്ക് കൺട്രോൾ തൊട്ടാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഓക്കെ. ഞാൻ പല ക്ലാസ്സിൽ എടുക്കുന്നത് കൊണ്ടേ അപ്പൊ എവിടെയാണെന്ന് വെച്ച് നിർത്തിയെന്ന് പറഞ്ഞപ്പോ ഒരു കുട്ടി പറഞ്ഞു ഇനി അതാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അത് തൊട്ട് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ഓക്കെ. ഓക്കെ. അപ്പോ നമ്മള് തുടങ്ങാൻ പോകുന്നത് സ്റ്റോക്ക് കൺട്രോൾ. ഓക്കെ. സ്റ്റോക്ക് കൺട്രോൾ തൊട്ടല്ലേ സ്റ്റാർട്ട് ചെയ്യണ്ടേ? ഓക്കെ. എന്താണ് സ്റ്റോക്ക് കൺട്രോൾ എന്ന് പറഞ്ഞാല്? സ്റ്റോക്ക് കൺട്രോളിനെ പറയുന്ന മറ്റൊരു പേരാണ് ഇൻവെന്ററി കൺട്രോള്. ഒന്ന് അടയാളപ്പെടുത്തി ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. സ്റ്റോക്ക് കൺട്രോളിന്റെ മറ്റൊരു പേരാണ് ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. സ്റ്റോക്ക് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്തായിരിക്കും സ്റ്റോക്ക് കൺട്രോൾ? എന്തായിരിക്കും എന്താ മീനിങ് സ്റ്റോക്ക് കൺട്രോൾ ചെയ്യാൻ എന്ന് പറഞ്ഞാല്? ഓക്കെ. ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാം അല്ലെ? ഓക്കെ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? എത്രത്തോളം സ്റ്റോക്കുകൾ കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് ചിലവ് ചുരുക്കാൻ പറ്റും, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. എത്രമാത്രം നമുക്ക് സ്റ്റോക്ക് കൺട്രോൾ ചെയ്തുകൊണ്ട് ചിലവ് ചുരുക്കാനായിട്ട് സാധിക്കുന്നത്. അതെങ്ങനെയാണ്? നമ്മൾ പറഞ്ഞു എന്താണ്? ആവശ്യത്തിന് മാത്രം സ്റ്റോക്കുകൾ അല്ലെങ്കിൽ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ്? കോസ്റ്റ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ. What, when, how much to order, how much to store to make the purchasing and the storage expenses at minimum is called the inventory control. ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേ. What, when, how much to order, how much to store to make the purchasing and the storage expenses at a minimum is called inventory control. അതായത് എന്ത് സാധനം, what എന്ന് പറഞ്ഞാൽ എന്താ? എന്ത് സാധനം, when എപ്പോൾ, how much to order എത്രത്തോളം നമ്മൾ ഓർഡർ ചെയ്യണം, how much to store എത്രത്തോളം സ്റ്റോർ ചെയ്തിട്ടുണ്ട്, to make the purchasing എന്തുമായിട്ട് ബന്ധപ്പെട്ട് പർച്ചേസിങ്ങും അതുപോലെ തന്നെ സ്റ്റോറേജിനും വേണ്ടി വരുന്ന എക്സ്പെൻസസിനെ കുറയ്ക്കുന്നതിനെയാണ് നമ്മൾ ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ. ഒന്നുകൂടെ പറയാം. എന്ത് സാധനം എപ്പോൾ എത്രത്തോളം ഓർഡർ ചെയ്യണം, എത്രത്തോളം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എന്നതുമായിട്ട് ബന്ധപ്പെട്ട് പർച്ചേസിങ്ങിനും സ്റ്റോറേജിനും വേണ്ടി വരുന്ന എക്സ്പെൻസസിനെ കുറയ്ക്കുന്നതിനെയാണ് ഇൻവെന്ററി കൺട്രോൾ അല്ലെങ്കിൽ സ്റ്റോക്ക് കൺട്രോൾ എന്ന് പറയുന്നത്. It is the device of management which is used to sustain an economic investment in materials and product for the objective of obtaining the maximum financial return. പിന്നെ ഈ സ്റ്റോക്ക് കൺട്രോൾ അല്ലെങ്കിൽ ഇൻവെന്ററി കൺട്രോളിന്റെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ അതിന്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മാക്സിമം ഫിനാൻഷ്യൽ റിട്ടേൺ അല്ലെ? പരമാവധി സാമ്പത്തിക നേട്ടം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിട്ടേൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റോക്ക് കൺട്രോൾ ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ആവശ്യത്തിന് മാത്രം സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും അല്ലെ? ഇനി ആവശ്യത്തിൽ കൂടുതൽ ഒരു 10 എണ്ണം മതി. നമ്മൾ എന്ത് ചെയ്തു?
ഒരു 15 വാങ്ങിച്ചു, ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു 15 വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമുക്കത് ചിലപ്പോ മെഡിസിൻ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഐറ്റംസ് ആവാം അല്ലെ, ചിലപ്പോ അത് എക്സ്പയറി ആയിട്ട് പോകും. പല ഇപ്പൊ അങ്ങനെ യൂസ് ചെയ്യുന്ന മരുന്നുകളെല്ലാം എന്തെങ്കിലും എന്താണ്, അത്രയും നമുക്ക് വാങ്ങിക്കേണ്ട ആവശ്യമില്ല, ആവശ്യത്തിന് മാത്രം വാങ്ങിച്ചാൽ മതി. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, 15 നമ്മൾ വാങ്ങിച്ചു. അപ്പോ അതിന്റെ യൂസേജ് ചിലപ്പോ കുറഞ്ഞത് കൊണ്ട് തന്നെ അത് എക്സ്പയറി ആയിട്ട് പോവാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് പ്രോഫിറ്റ്സിനെക്കാട്ടും കൂടുതൽ എന്താ വരുന്നത്, നഷ്ടമാണ് അവിടെ സംഭവിച്ചത് അല്ലെ. ഓക്കെ, അപ്പോ ഇങ്ങനെ സ്റ്റോക്ക് കൺട്രോൾ ചെയ്യുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാക്സിമം ഫിനാൻഷ്യൽ റിട്ടേൺ ആണ് നമ്മുടെ, അല്ലെങ്കിൽ എന്താ, പരമാവധി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. അതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റോക്ക് കൺട്രോളിന്റെ മീനിങ് പഠിച്ചോ? അല്ലെങ്കിൽ സ്റ്റോക്ക് കൺട്രോൾ എന്താണ്, അതുപോലെ തന്നെ സ്റ്റോക്ക് കൺട്രോളിനെ പറയുന്ന മറ്റൊരു പേര് എന്താണെന്നുള്ളത് ചോദിക്കാറുണ്ട്, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇനി നെക്സ്റ്റ് ആണ് ഗോൾസ് ഓഫ് ഇൻവെന്ററി കൺട്രോൾ. ഓക്കെ, ഫസ്റ്റ് വൺ, ടു പ്രൊവൈഡ് supplies available when needed to sustain constant operations. എന്താണ്, provide supplies available when needed to maintain constant operations അല്ലെ. നമുക്കറിയാം ഹോസ്പിറ്റലിന് പല പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അല്ലെ. ആ ഡിപ്പാർട്ട്മെന്റുകൾക്ക് നിരന്തരമായിട്ടുള്ള അവരുടെ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് ആവശ്യത്തിന് മാത്രം സാധനങ്ങള് പർച്ചേസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ എന്താണ്, നമുക്ക് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ അധികം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും അല്ലെ, അധികം വേസ്റ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല അല്ലെ. ഓക്കെ, അപ്പൊ സ്റ്റോക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ എന്താ പറഞ്ഞത്, ഫസ്റ്റ് കോൾ എന്ന് പറഞ്ഞാല് നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രം പർച്ചേസ് ചെയ്ത് കൊടുക്കുക. അവരുടെ നിരന്തരമായിട്ടുള്ള ഓപ്പറേഷനുമായിട്ട് പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രം പർച്ചേസ് ചെയ്ത് കൊടുത്താൽ മതി. To have a stock of goods when required through reduction or purchase. അതുപോലെ തന്നെ നമ്മൾ സ്റ്റോക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പിശുക്കി നമ്മൾ ഉപയോഗിക്കാനായിട്ട് ഇല്ലേ. നിങ്ങളുടെ അമ്മമാരൊക്കെ എന്താണ്, അപ്പൊ പണ്ട് കാലങ്ങളിലൊക്കെ അധികം ഫുഡ് കാര്യങ്ങളൊന്നും ഇല്ലാത്തപ്പോ എന്താണ്, ഈ ആൺകുട്ടികൾക്ക് അല്ലെങ്കിൽ അച്ഛന്മാർക്ക് കൊടുത്തിട്ടാണ് അവര് കഴിക്കാറ് അല്ലെ. അവരെന്ത് ചെയ്യാറുണ്ട്, ഇപ്പൊ കഞ്ഞിയൊക്കെ ആണെങ്കിൽ കഞ്ഞിവെള്ളമാണ് അവര് കുടിക്കാന്നൊക്കെ കേട്ടിട്ടുണ്ട്. മിസ്സിന്റെയൊക്കെ നമ്മുടെ കാലഘട്ടത്തിൽ അവര് പറയാറുണ്ട്, നിങ്ങൾ അങ്ങനെയാണ് ആണുങ്ങൾക്ക് അതിൽ കൊടുത്തിട്ട് ചോറും കാര്യങ്ങളൊക്കെ കൊടുത്ത് ബാക്കിയുള്ള കഞ്ഞിവെള്ളമാണ് അവര് ഇങ്ങനെ കുടിക്കുന്നത്, അങ്ങനെയാണ് അവര് കഴിച്ചിരുന്നത് എന്നൊക്കെ പണ്ട് കാലങ്ങളിൽ അല്ലെ. അപ്പൊ എന്താണ്, ആവശ്യത്തിന് മാത്രം, അന്ന് ഉണ്ടായിരുന്നില്ല. ഇപ്പോ എങ്ങനെയാണ് നമുക്ക് സ്റ്റോക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ്, ആവശ്യത്തിന് മാത്രം നമ്മൾ ഓരോ സാധനങ്ങളും പിശുക്കി അല്ലെങ്കിൽ ആവശ്യത്തിന് മാത്രം ചെലവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, കോസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ ലോസും കാര്യങ്ങളും ഒന്നും ഇല്ലാതില്ല. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് റേറ്റിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അറ്റ് ദി മിനിമം ലെവൽ പോസിബിൾ. അതുപോലെ തന്നെ വലിയ രീതിയിൽ പർച്ചേസ് ചെയ്യാതെ മൂലധനം നിക്ഷേപം എന്നത് ഒരു മിനിമം ലെവലിലോട്ട് ആക്കുക. സെയിം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, അത് ഡിഫറെന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്, സെയിം കൺസെപ്റ്റ് തന്നെയാണ്. എന്താ പറയുന്നത്, വലിയ രീതിയിൽ നമ്മൾ പർച്ചേസ് ചെയ്യാതെ അതിന്റെ മൂലധന നിക്ഷേപം എന്നത് മിനിമം ലെവലിലോട്ട് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, സ്റ്റോക്ക് കൺട്രോൾ ചെയ്ത് കോസ്റ്റ് കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് അധികം ലോസും കാര്യങ്ങളൊന്നും വരില്ല. Establish controls for the production and distribution of inventory. അതുപോലെ തന്നെ എന്താണ്, ഈ പ്രൊഡക്ഷൻ നടത്തുമ്പോഴും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുമ്പോഴും ഈ കൺട്രോൾ, സ്റ്റോക്ക് കൺട്രോൾ എന്തായാലും സ്ഥാപിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ അതനുസരിച്ചിട്ട് മാത്രമേ നമ്മൾ പ്രൊഡക്ഷൻ നടത്താനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പൊ അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട്, ഇപ്പൊ നമ്മൾ അവർ പറഞ്ഞു ഒരു 10 മതി, നമ്മളൊരു 15 ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് എന്താണ്, കുറെ അധികം നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ, അവർക്ക് ആവശ്യത്തിനുള്ള അതിൽ കൂടുതലും നമ്മൾ കൊടുക്കുന്നുണ്ട്.
അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് കൂടുതൽ നഷ്ടം വരാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ. കോസ്റ്റ് ആവും, എക്സ്പെൻസസ് കൂടും നമ്മുടെ. അപ്പൊ അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് പ്രൊഡക്ഷൻ നടത്തുമ്പോഴായാലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴായാലും ഈ സ്റ്റോക്ക് കൺട്രോള് സ്ഥാപിക്കേണ്ടതാണ്. മനസ്സിലായോ? അപ്പൊ എന്താണ് സ്റ്റോക്ക് കൺട്രോൾ അല്ലെങ്കിൽ ഇൻവെന്ററി കൺട്രോൾ? ഇനി അതിന്റെ ഗോള് 4 പോയിന്റ് ആണ് പറഞ്ഞത്. വായിച്ചു നോക്കാം കേട്ടോ. ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാല് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുമ്പോഴും ഡിസ്ട്രിബ്യൂഷൻ നടത്തുമ്പോഴും സ്റ്റോക്ക് കൺട്രോൾ, നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ഇൻവെന്ററി കൺട്രോൾ അല്ലെങ്കിൽ സ്റ്റോക്ക് കൺട്രോള് സ്ഥാപിക്കേണ്ടതാണ്. വായിച്ചു കഴിഞ്ഞവര് അതിന്റെ അടിയിലുള്ള പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. വായിച്ചു കഴിഞ്ഞോ? എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റോ?
Okay. Okay. If there is no inventory control, there will be no liability, overstocking or understocking of materials, loss of materials, etc. And it releases a lot of working capital. എന്താ പറയുന്നത്, ഒരു എന്താ ഇൻവെന്ററി കൺട്രോൾ ഇല്ല എന്നുണ്ടെങ്കിൽ, നോ ഇൻവെന്ററി കൺട്രോൾ അല്ലെ, ഇൻവെന്ററി കൺട്രോൾ ഇല്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിക്കാം? ഓവർ സ്റ്റോക്കിംഗ് വരാം, അണ്ടർ സ്റ്റോക്കിംഗ് വരാം അല്ലെ, ഓവർ സ്റ്റോക്കിംഗ്, അണ്ടർ സ്റ്റോക്കിംഗ്. അതുപോലെ തന്നെ മെറ്റീരിയൽസ് ലോസ് ആക്കി ചിലപ്പോ ആളുകളൊക്കെ മോഷ്ടിച്ച് കൊണ്ടുപോവാം, ആരെ കൺട്രോൾ ചെയ്യാനില്ല, ഒന്നും അല്ലെ, കൺട്രോൾ ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ നമ്മൾ സ്റ്റോക്ക് ചെയ്യാം, കുറവ് സ്റ്റോക്ക് ചെയ്യാം, മെറ്റീരിയൽസ് ലോസ് ആയി പോവാം. അതുപോലെ തന്നെ ആരും സൂപ്പർവൈസ് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ ഒന്നുമില്ലെങ്കിൽ എന്താണ്, കുറെ അധികം എക്സ്പെൻസസ് വരാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ, ലോട്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഒരു എന്താണ്, ഇതൊരു നല്ലൊരു പ്രവർത്തന ചിലവ് വരുന്ന ഒരു കാര്യമാണെന്നും കൂടിയാണ് അവർ പറയുന്നത് അതിനകത്ത്. ഓക്കെ, അപ്പൊ ഓവർ സ്റ്റോക്കിംഗ് വരാം, അണ്ടർ സ്റ്റോക്കിംഗ് വരാം, മെറ്റീരിയൽസ് ലോസ് ആയി പോവാം, പ്രവർത്തന ചെലവ് എക്സ്പെൻസസ് കുറെ ആവാനായിട്ട് സാധ്യതയുണ്ട്. എന്തുകൊണ്ട്? ഈ ഇൻവെന്ററി കൺട്രോൾ ഇല്ല എന്നുണ്ടെങ്കിൽ. ക്ലിയർ ആണോ? ഇനി നോക്കിയേ, റിസർവ് സ്റ്റോക്ക്. റിസർവ് സ്റ്റോക്ക് അതിന്റെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ടല്ലേ, എന്താണ്? ബഫർ സ്റ്റോക്ക്. ഓക്കെ, അതിന്റെ മീനിങ് എന്താ? റിസർവ് എന്ന് പറഞ്ഞാൽ എന്താ? റിസർവ് സ്റ്റോക്കിനെ പറയുന്ന മറ്റൊരു പേരാണ് ബഫർ സ്റ്റോക്ക് എന്ന് കൂടി അണ്ടർലൈൻ ചെയ്യാട്ടോ, ചോദിക്കാറുണ്ട്. റിസർവ് സ്റ്റോക്ക് ഈസ് ഓൾസോ നോൺ as ഡാഷ് ബഫർ സ്റ്റോക്ക്. ഈസ് the stock kept to provide uncertainty in consuming rate or lead time of the material. അപ്പോ റിസർവ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താ റിസർവ് ചെയ്യാം എന്ന് പറഞ്ഞാല് എന്തായിരിക്കും? റിസർവ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? കരുതി വെക്കുക അല്ലെ. കരുതി വെക്കുക. എന്താണ് ഇപ്പോ സീറ്റ്, ബസിന്റെ സീറ്റ് ഒക്കെ നമ്മൾ റിസർവ് ചെയ്ത് വെക്കാറുണ്ട്, അല്ലെങ്കിൽ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയാറുണ്ടല്ലേ. ഓക്കെ, നമ്മള് കരുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, നീക്കി വെക്കുക. ഓക്കെ, അപ്പോ എന്താ റിസർവ് എന്ന് പറഞ്ഞാല് കരുതി വെക്കുക എന്നതാണ് ഇതിന്റെ മീനിങ്. അതായത് പണ്ട് കാലങ്ങളില് അല്ലെങ്കിൽ ഇപ്പോ എന്താണ്, നിങ്ങളുടെ അമ്മമാരൊക്കെ എന്താ ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ ഐറ്റംസുകൾ, സ്റ്റേഷനറി ആയിട്ടുള്ള പലവ്യഞ്ജനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കാറുണ്ട്. അരി, അതുപോലെ തന്നെ പരിപ്പ്, പയറ്, അങ്ങനെയുള്ള ധാന്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കാറുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാറുണ്ട്? ചെറിയ ചെറിയ കുപ്പികളിലാക്കി വെക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ കരുതി വെക്കാറുണ്ട് അല്ലെ, നമ്മൾ ആവശ്യത്തിന് മാത്രം എടുത്ത് യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, അങ്ങനെ കുപ്പികളിലാക്കി വെക്കാറുണ്ട്. അപ്പോ ഒരു ദിവസം എന്ത് ചെയ്തു? നിങ്ങളുടെ കസിൻസ് ഒക്കെ വന്നപ്പോ അവർക്ക് കൊടുക്കാനായിട്ട് ഫുഡില്ല. അപ്പൊ എന്ത് ചെയ്യും അമ്മ? ആ കരുതി വെച്ച സ്റ്റോക്കിൽ നിന്ന് അല്ലെങ്കിൽ കരുതി വെച്ച അരിയിൽ നിന്ന് എടുത്തിട്ട് ആ അരി ഉപയോഗിച്ച് അല്ലെങ്കിൽ അരി ഉണ്ടാക്കി അല്ലെ ചോറുണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കാറുണ്ട് അല്ലെ. അങ്ങനെയല്ലേ ചെയ്യുന്നത്? നമ്മളിപ്പോ പറയാതൊക്കെ കസിൻസോ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ അരിയൊക്കെ അടപ്പത്തിട്ടിട്ട് കറിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കും ഇല്ലേ? അങ്ങനെയാണ് കരുതി വെച്ച ഒരു സ്റ്റോക്കിൽ നിന്നാണ് നമ്മൾ എടുത്ത് യൂസ് ചെയ്യുന്നത്. അതിനെയാണ് എന്ത്? റിസർവ് സ്റ്റോക്ക് അല്ലെങ്കിൽ ബഫർ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അവിടെ പറയുന്നുണ്ട് എന്താണ്? അൺസർട്ടനിറ്റി ഇൻ കൺസ്യൂമിങ് റേറ്റ്. എന്താണ്? നമുക്ക് തീർച്ചയില്ലാത്തൊരു അവസ്ഥ. അതാണ് അൺസർട്ടനിറ്റി എന്ന് പറയുന്നതിന്റെ മീനിങ്. അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാല് തീർച്ചയില്ലാത്തൊരവസ്ഥ. നമ്മളുടെ ആ കൺസ്യൂമിങ് റേറ്റ്, ഉപയോഗിക്കുന്ന ആ റേറ്റ് ഇൻക്രീസ് ആവുകയും അതുപോലെ തന്നെ ഇപ്പോ ലീഡ് ടൈം ഓഫ് ദി മെറ്റീരിയൽ, എന്താണ്? ഡെലിവറി ടൈം ഉയർന്നു നിൽക്കുന്ന ഒരവസ്ഥ. അപ്പോ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയാം, ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് എന്താ ഫാർമസിയില് മെഡിസിനുകള് എന്താണ് നമുക്കറിയാം അല്ലെ. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായാലും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് ഭയങ്കര തിരക്ക് അനുഭവപ്പെടുന്ന ഒരു ഇടമാണ് എന്താ ഫാർമസി എന്ന് പറയുന്നത് അല്ലെ. ആളുകളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? പെട്ടെന്ന് മരുന്ന് ക്യൂ നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലെ.
കുറെ അധികം ആളുകൾ ഉണ്ടാവും ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങി വീട്ടിലേക്ക് പോകുന്നവർ അല്ലെ. അപ്പൊ എന്താണ് ഈ ഫാർമസിയിലെ സ്റ്റോക്കില് അത് ഉപയോഗിക്കുന്ന ആ റേറ്റ് കേട്ടോ, കൺസ്യൂമിംഗ് റേറ്റ് എന്ന് പറഞ്ഞാല് മരുന്ന് ഉപയോഗിക്കുന്ന അത് വെച്ച് കണക്ട് ചെയ്ത് നോക്കാം. മരുന്ന് ഉപയോഗിക്കുന്ന റേറ്റ് കൂടിക്കഴിഞ്ഞാൽ എന്താണ് ആ സ്റ്റോക്കിൽ നിന്ന് നമ്മൾ എടുത്തു കൊടുക്കും ആളുകൾക്ക്. ഇനി അതുപോലെ തന്നെ അതിന്റെ ഡെലിവറി ടൈം, ഇപ്പോ ഒരു മെഡിസിൻ നമ്മൾ ഓർഡർ ചെയ്തു അത് കിട്ടുന്നത് വരെ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത് വരെയുള്ള ടൈം ഗ്യാപ്പ് ആണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ അത് കിട്ടാനായിട്ട് ടൈം എടുക്കും. അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ ഫാർമസിയിൽ മരുന്ന് ഇല്ലാത്തൊരവസ്ഥ വരും അല്ലെ, അവിടെ ഫാർമസിയിൽ ഇല്ലാത്തൊരവസ്ഥ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, കരുതി വെച്ച സ്റ്റോക്കിൽ നിന്ന് നമ്മൾ എടുത്തിട്ടാണ് ആളുകൾക്ക് കൊടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് റീ ഓർഡർ ലെവൽ ഓർ റീ ഓർഡർ പോയിന്റ് ഈസ് ദ സ്റ്റോക്ക് ലെവൽ ഓഫ് ദി എനി ടൈം ഇൻ economic order quantity term that can be disposed of so that the order can arrive in time to keep away from stock out. Okay. ഇനി റീ ഓർഡർ ലെവൽ അല്ലെങ്കിൽ റീ ഓർഡർ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവാനായിട്ടുള്ള എക്സാമ്പിൾ പറഞ്ഞു തരാം. നിങ്ങളുടെ അമ്മമാരെന്താണ് ഈ അവരാണ് എന്താണ് ഹോം മേക്കേഴ്സ് ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ അവരാണ് അടുക്കളയിലെയും ഭരിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓരോ സാധനങ്ങൾ ഇപ്പൊ തീർന്നു പോയിട്ടുണ്ടെങ്കിൽ അച്ഛനോട് പറയും അല്ലെ, ഇപ്പൊ വിളിച്ചെണ്ണ ഒരു ഭാഗമുള്ളൂ അത് വാങ്ങിക്കണം, തീരാറായിട്ടുണ്ട്, അല്ലെങ്കിൽ അരി തീരാറായിട്ടുണ്ട് അത് വാങ്ങിക്കണം, പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് വരണം, ഇതൊക്കെ പറയാറുണ്ടല്ലേ, അമ്മമാരാണ് പറയുന്നത്. നമ്മളായാലും വീട്ടമ്മമാര് തന്നെയാണ്. അപ്പൊ നമ്മളും ഹസ്ബൻഡ്മാരോട് പറയാറുണ്ട് അല്ലെ, അരി വാങ്ങിക്കണം കേട്ടോ തീരാറുണ്ട് അല്ലെ. അതെ അതെ അതെ, ഇപ്പൊ നമ്മളാണ് അത് ഞാൻ പറയുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ തീരാറാവുമ്പോ നമ്മൾ എന്ത് ചെയ്യും, ഹസ്ബൻഡിനോട് പറയും തീരാറായിട്ടുണ്ട്, അല്ലെങ്കിൽ തീർന്നു പോയിട്ടാണ് നമ്മൾ പറയുന്നത്. അരി തീർന്നു പോയി, നാളെ വെക്കാൻ അരിയില്ല, അല്ലെങ്കിൽ ഇന്ന് വെക്കാൻ അരിയില്ല. അല്ല, തീർന്നു പോകുന്നതിന് മുൻപ് നമ്മൾ പറയാറുണ്ട് അല്ലെ, തീരാറായിട്ടുണ്ട് വാങ്ങിക്കണം. അപ്പോ റീ ഓർഡർ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എപ്പോഴും സ്റ്റോക്ക് തീരുന്നതിന് മുൻപ് തന്നെ നമ്മൾ സ്റ്റോക്ക് റീ ഓർഡർ ചെയ്ത് ക്രമീകരിച്ച് വെക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ എന്താ, ആവശ്യത്തിന് ഉപയോഗിക്കാനായിട്ട് സാധനങ്ങൾ ഉണ്ടാവില്ല അല്ലെ. വെളിച്ചെണ്ണ തീർന്നു പോയി, തീർന്നു പോയപ്പോഴാണോ പറഞ്ഞത് എന്ന് ചോദിക്കാറുണ്ടല്ലോ നമ്മളോട്. തീർന്നു പോകുന്നതിന് മുമ്പ് പറയണം എന്നവര് പറയാറുണ്ട് ഇല്ലേ, ഹസ്ബൻഡുമാര് പറയാറുണ്ടല്ലേ. ഓക്കെ. അപ്പൊ എന്താണ്, തീർന്നു പോയിക്കതിന് ശേഷം ചിലപ്പോ എന്താണ്, ചിലപ്പോ വാങ്ങിക്കാൻ പറ്റില്ല, നീ പോയി വാങ്ങിക്കുക എന്നൊക്കെ പറയാറുണ്ടല്ലേ. അപ്പൊ അത് തീർന്നു പോകുന്നതിന് മുൻപ് തന്നെ നമ്മൾ അവരോട് പറഞ്ഞിരിക്കണം. അപ്പൊ അതാണ് അവിടെ പറയുന്നത് റീ ഓർഡർ ലെവൽ എന്ന് പറഞ്ഞാല് സ്റ്റോക്ക് തീർന്നു പോകുന്നതിന് മുൻപ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് ക്രമീകരിച്ച് വെക്കേണ്ടതാണ്. അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും നമുക്ക്. ഇപ്പൊ ഫാർമസിയിലൊക്കെ ആളുകൾ വന്നിട്ട് ആ മരുന്ന് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതില്ല, ഇനി നാളെ വരുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ അത് തീരാറാകുന്നതിന് മുൻപ് അത് സ്റ്റോക്ക് നമ്മൾ ലിസ്റ്റ് നോക്കി എത്ര ബാക്കിയുണ്ടെന്നൊക്കെ നോക്കിയിട്ട് അത് നമ്മൾ ഓർഡർ ചെയ്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ്. അതാണ് റീ ഓർഡർ ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ. ഓക്കെ, ബഫർ സ്റ്റോക്ക് എന്താണ്, അതുപോലെ റീ ഓർഡർ ലെവൽ എന്താണ് എന്നുള്ളത് വായിച്ചു നോക്കാം. ഇനി ഇൻവെന്ററി കൺട്രോൾ ഇല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്, സ്റ്റോക്ക് ഔട്ട്, സ്റ്റോക്ക് ഓവർ സ്റ്റോക്കിംഗ് ആവുന്നുണ്ട്, അതുപോലെ അണ്ടർ സ്റ്റോക്കിംഗ് ആവുന്നുണ്ട്, ലോസ് ഓഫ് മെറ്റീരിയൽസ്, ഇതൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് കൂടി ഓർത്തു വെക്കാം. മനസ്സിലാക്കാം കേട്ടോ.
നെക്സ്റ്റ് നോക്കാം കേട്ടോ. Of order that is placed. മൂന്ന് സിസ്റ്റംസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം. ഓക്കെ, കറക്റ്റ് ആക്കിയിട്ടുണ്ടോ നിങ്ങളുടെ ടെക്സ്റ്റില്? സൈക്ലിക്കൽ ഓർഡർ തന്നെയാണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? ഫിക്സഡ് ക്വാണ്ടിറ്റി സിസ്റ്റം, 2 bin സിസ്റ്റം. മൂന്ന് സിസ്റ്റംസ് ആണ് ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. Cyclical order system എന്ന് പറഞ്ഞാൽ എന്താണ്? This system is the fixed interval order of the periodic review system. എന്താണ് സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ? ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമുള്ള സാധനങ്ങള് കൃത്യമായി ഫിക്സഡ് ഇന്റർവെൽസിൽ 1 വീക്ക് കൂടുമ്പോഴോ അല്ലെങ്കിൽ 1 മന്ത് കൂടുമ്പോഴോ അവരിൽ നിന്നും ഓർഡർ ചെയ്തു വരുന്നു. അതിനെയാണ് സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഫിക്സഡ് ഇന്റർവെൽ എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. അതൊക്കെ പെട്ടെന്ന് മനസ്സിലാവും, ക്യാച്ച് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം എന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെന്റൻസ് തന്നെയായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. അപ്പൊ ഫിക്സഡ് ഇന്റർവെൽ എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അപ്പൊ എന്താണ് പറഞ്ഞത്? സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം എന്ന് പറഞ്ഞാല് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമുള്ള സാധനങ്ങള് കൃത്യമായിട്ടുള്ള ഫിക്സഡ് ഇന്റർവെൽസില് എന്താണ്, ഇപ്പൊ 1 മന്ത് കൂടുമ്പോഴോ അല്ലെങ്കിൽ 1 വീക്ക് കൂടുമ്പോഴോ എന്താണ് ഓർഡർ ചെയ്തു വരുന്നതിനെയാണ് അല്ലെങ്കിൽ ഓർഡർ ചെയ്യുന്നതിനെയാണ് സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ഫിക്സഡ് ക്വാണ്ടിറ്റി സിസ്റ്റം. ഫിക്സഡ് ക്വാണ്ടിറ്റി സിസ്റ്റം എന്ന് പറഞ്ഞാല് this system is based on ordering fixed quantities at different intervals. Okay, അപ്പൊ സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റത്തിന് ഫിക്സഡ് ഇന്റർവെൽ ആയിരുന്നു, ഇവിടെ എന്തായി? ഡിഫറെന്റ് ഇന്റർവെൽസ് എന്നുള്ളത് അതായി മാറി. ഓക്കെ, അപ്പൊ എന്താണ്? സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ ഓർഡറിംഗ് ഫിക്സഡ് ക്വാണ്ടിറ്റി അറ്റ് ഡിഫറെന്റ് ഇന്റർവെൽസ് അല്ലെ. പല ഇടവേളകളില് ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റീസിൽ ഓർഡർ ചെയ്തു വരുന്നതിനെയാണ് ഇതെന്ന് പറയുന്നത് ഫിക്സഡ് ക്വാണ്ടിറ്റി സിസ്റ്റം എന്ന് പറയുന്നത്. പല ഇടവേളകളില് ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റീസിൽ ഓർഡർ ചെയ്തു വരുന്നതിനെയാണ് ഫിക്സഡ് ക്വാണ്ടിറ്റി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് 2 bin system. 2 bin system. When the items cannot be measured on the basis of any pre-agreed value or tax terms, the order will be placed on the basis of logical reasoning after inquiring of volume contained in the containing box. Example, plaster of Paris glass. Okay, plaster of Paris കണ്ടിട്ടുണ്ടോ? ആ പൗഡർ ഒരു പൗഡർ ആണ്. കണ്ടിട്ടുണ്ടല്ലേ? കാണാത്തവര് ജസ്റ്റ് നെറ്റിലൊക്കെ നോക്കി സെർച്ച് ചെയ്യുമ്പോ അത് കാണാൻ പറ്റും. അതിന്റെ ഇമേജ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കാം, ഐഡന്റിഫൈ ചെയ്ത് നോക്കാം കേട്ടോ, കാണാത്തവരൊക്കെ. ഓക്കെ, അപ്പൊ പ്ലാസ്റ്റർ ഓഫ് പാരീസ് പൗഡർ ആണ് കേട്ടോ, വൈറ്റ് പൗഡർ ആണ്. പ്ലാസ്റ്റർ ഒക്കെ യൂസ് ചെയ്യുന്നത്, പ്ലാസ്റ്റർ ഇടാനൊക്കെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗ്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുറിവിനൊക്കെ കിട്ടുന്ന ഒരു തുണിയില്ലേ, വൈറ്റ് കളർ തുണിയില്ലേ, അതിനെയാണ് കേട്ടോ പറയുന്നത്. അപ്പോ അത്തരത്തിലുള്ള ഈ പൗഡേഴ്സ് ആയാലും ഈ തുണികളായാലും നമുക്ക് എന്താണ് എത്രയുണ്ട്, ബാക്കി എത്രയുണ്ട് എന്നൊക്കെ മെഷർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. എണ്ണ നമുക്ക് പറയാൻ പറ്റില്ല, ഇത്ര എണ്ണം ഉള്ളൂ അല്ലെങ്കിൽ 5 എണ്ണം ഉണ്ട്, 10 എണ്ണം ബാക്കിയുണ്ട് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. ആ തുണി ആയതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ അതിന്റെ ക്വാണ്ടിറ്റി നമുക്ക് മെഷർ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ പൗഡർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എണ്ണ നമുക്ക് പറയാൻ പറ്റില്ല. ആ പൗഡർ എടുത്ത് അത് ചിലപ്പോ അതിന്റെ പാക്കറ്റ് എങ്ങനെയാണ്, പാക്കറ്റിലാണല്ലോ അത് ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോ 1/2 പാക്കറ്റ് ബാക്കി ഉണ്ടാവാം, ചിലപ്പോ ഒരു 1/4 ഭാഗം അല്ലെ. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇല്ലേ, മനസ്സിലായില്ലേ? അപ്പോ ഈ ഐറ്റം നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം
ഓർഡർ കൊടുക്കാനായിട്ട് പറ്റില്ല. അതുള്ള ആ ബോക്സ് എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ ആ പാക്കറ്റിൽ എത്രത്തോളം വോളിയം ബാക്കിയുണ്ടെന്ന് എന്ന് പറയാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ പൗഡർ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് നോക്കിയ പ്ലാസ്റ്റർ ഓഫ് പാരീസ് അല്ലെ, അത് പൗഡർ ആണ്. അപ്പൊ ആ പൗഡർ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു ഭാഗം ബാക്കിയുണ്ട് എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതനുസരിച്ച് വേണം നമ്മൾ ഓർഡർ ചെയ്ത് എടുക്കാനായിട്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടു വിൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 3 സിസ്റ്റംസ് ആണ് നമ്മൾ പറയുന്നത്. സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം, ഫിക്സഡ് ക്വാണ്ടിറ്റി സിസ്റ്റം, ടു വിൻ സിസ്റ്റം. ഓക്കെ, വായിച്ചു നോക്കിയേ. ടു വിൻ സിസ്റ്റം
ഹലോ, ഞാൻ വന്നു. അത് പെട്ടെന്ന് നെറ്റ് പോയി, അതുകൊണ്ടാണല്ലോ. 1 മിനിറ്റ്, ഞാൻ മുടികൂടെ എടുക്കട്ടെ. സംഭവിച്ചതെന്ന് അറിയണില്ല അല്ലെ? നമ്മുടെ ക്ലാസ്സിൽ മാത്രമേ നെറ്റ് പോയിട്ടുള്ളൂ. സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, വേറൊരു കമ്പ്യൂട്ടർ തന്നു എനിക്ക്. വേറെ ക്ലാസ്സിലാണ്, ക്ലാസ് റൂമിലാണ്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് സിസ്റ്റംസ് നമ്മൾ പറഞ്ഞു അല്ലെ, 3 സിസ്റ്റംസ്. ഇനി നെക്സ്റ്റ് ആണ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്റ്റോറേജ്. എങ്ങനെയൊക്കെയാണ് നമുക്ക് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ, ബൾക്ക് സ്റ്റോറേജ് ചെയ്യാം അല്ലെ. ഇപ്പൊ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ നമുക്ക് ബൾക്കായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും ഇല്ലേ? ഇപ്പൊ പ്രിന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത് പേപ്പർ, അതുപോലെ തന്നെ ബുക്ക്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് ബൾക്ക് സ്റ്റോറേജ് ചെയ്യാം. അതുപോലെ നമുക്ക് ഷെൽഫ് സ്റ്റോറേജ് ചെയ്യാൻ പറ്റും അല്ലെ. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഷെൽഫ് സ്റ്റോറേജ്, ഷെൽഫിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അതുപോലെ ബിൻ സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഓരോ ബോക്സോ അല്ലെങ്കിൽ ഓരോ കണ്ടെയ്നേഴ്സോ ആക്കിയിട്ട് കണ്ടെയ്നറിലോ ആക്കിയിട്ട് സ്റ്റോർ ചെയ്യുന്നതിനെയാണ് ബിൻ സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഇനി ടെക്നിക്കൽ എൻവയോൺമെന്റ് സ്റ്റോറേജ്, എക്സാമ്പിൾ ഫ്രിഡ്ജ്. ഓക്കെ, അപ്പോ ഫ്രിഡ്ജ്, കമ്പ്യൂട്ടർ, അങ്ങനെയുള്ള ഐറ്റംസ് ടെക്നിക്കൽ എൻവയോൺമെന്റ് സ്റ്റോറേജിൽ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ ഇവാപൊറേറ്റീവ് ലിക്വിഡ് സ്റ്റോറേജ്, എക്സാമ്പിൾ സ്പിരിറ്റ്. എന്താണ് ഇവാപൊറേറ്റീവ് എന്ന് പറഞ്ഞാല്? എന്താ മീനിങ്? ഇവാപൊറേറ്റീവ് എന്തായിരിക്കും? ബാഷ്പീകരിച്ചു പോകുന്നത് അല്ലെ. പെട്ടെന്ന് ബാഷ്പീകരിച്ചു പോകുന്ന ലിക്വിഡ്സ്. അപ്പൊ അത്തരത്തിലുള്ള ലിക്വിഡ്സ് ആണ് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, സ്പിരിറ്റ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ലിക്വിഡ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവാപൊറേറ്റീവ് ലിക്വിഡ്സ് സ്റ്റോറേജിൽ അങ്ങനെയാണ് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പിന്നെ എന്താണ് ഡേഞ്ചറസ് മെറ്റീരിയൽസ് സ്റ്റോറേജ്, എക്സാമ്പിൾ മെർക്കുറി, സിൻഡെക്സ്. ഓക്കെ, ഡേഞ്ചറസ് മെറ്റീരിയൽസ് സ്റ്റോറേജ്. സിൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആന്റിസെപ്റ്റിക് ലിക്വിഡിന്റെ ബ്രാഞ്ച് നെയിം ആണ് കേട്ടോ. ഡെറ്റോള്, ഫിനോയില്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇല്ലേ. അപ്പൊ അത്തരത്തിലുള്ള ഐറ്റംസ് ഒക്കെയാണ് നമ്മള് ഡേഞ്ചറസ് മെറ്റീരിയൽ സ്റ്റോറേജുമായിട്ട് ബന്ധപ്പെട്ടത്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ, ഇതധികം പഠിക്കാനൊന്നുമില്ല. എങ്ങനെയാണെന്നുള്ള ചോദിച്ച് കണ്ടിട്ടില്ല. ജസ്റ്റ് ഒന്ന് നോക്കി അത് മതി. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്റ്റോറേജ്. ഇനി അതുപോലെ തന്നെയാണ് വൊളാറ്റൈൽ. വൊളാറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസിലി ഇവാപൊറേറ്റഡ് അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പൊ വൊളാറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ ടെമ്പറേച്ചറിൽ ഇരുന്നാൽ പോലും അതിവേഗം വാതകമായിട്ട് മാറുന്ന സാധനങ്ങൾ, അത്തരത്തിലുള്ള ഐറ്റംസിനെയാണ് നമ്മൾ വൊളാറ്റൈൽ എന്ന് പറയുന്നത് കേട്ടോ. നോർമൽ ടെമ്പറേച്ചറിൽ ഇരുന്ന് കഴിഞ്ഞാൽ പോലും അതിവേഗം എന്തായിട്ട് മാറുന്നുണ്ട്? വാതകമായിട്ട് മാറുന്നത്. ഓക്കെ, ഈ ക്ലോറോഫോം, അതുപോലെ തന്നെ ആൽക്കഹോള്, ഇതൊക്കെയാണ് എന്തിൽ വരുന്നത്? വൊളാറ്റൈലില് വരുന്നത്. നെക്സ്റ്റ് ആണ് എന്ത്? ടൈപ്സ് ഓഫ് സ്റ്റോറേജ് ഇൻ ഹോസ്പിറ്റൽ. ഓക്കെ, എത്തരത്തിലുള്ള സ്റ്റോറേജുകളാണ് സ്റ്റോർസുകളാണ് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടത്? ഡ്രഗ് സ്റ്റോഴ്സ് ഉണ്ട് ഇല്ലേ, മരുന്നുകൾ അല്ലെ, മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ. സർജിക്കൽ സ്റ്റോഴ്സ്, സർജറിയുമായിട്ട് ബന്ധപ്പെട്ട എക്യുപ്മെന്റ്സുകളൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. അനസ്തെറ്റിക് സ്റ്റോഴ്സ് അറിയാലോ. അതുപോലെ തന്നെ കിച്ചൺ സ്റ്റോഴ്സ് അറിയാലോ, ഡയറ്ററിയുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെ, ഫുഡുമായിട്ട് ബന്ധപ്പെട്ടത്. ലിനൻ സ്റ്റോഴ്സ് എന്താ? ലിനൻ എന്താ? തുണി അല്ലെ. ഓക്കെ, കോട്ടൺ അല്ലെ, തുണികളുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി ജനറൽ സ്റ്റോഴ്സ് ഉണ്ട്. ജനറൽ സ്റ്റോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് ജനറൽ സ്റ്റോഴ്സ് എന്ന് പറയുന്നത്. അതിനകത്താണ് ജനറലി നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് ഇത് കോമൺ ആയിട്ട് ഹോസ്പിറ്റലിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പല സാധനങ്ങളും നമ്മൾ ജനറൽ സ്റ്റോഴ്സിലാണ് സ്റ്റോർ ചെയ്യുന്നത്.
ഇത്തരത്തിലുള്ള സ്റ്റോറുകളാണ് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ, അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഇത്തരത്തിലുള്ള ഇമ്പോർട്ടൻസ് അല്ല, എന്നാലും ഓർത്തു വെക്കാട്ടോ. ചിലപ്പോ ഞാനും നമ്മുടെ അല്ലെ ഇതിനെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതാട്ടോ. മറക്കാതിരിക്കാം, നമ്മുടെ മാർക്ക് കളയാതിരിക്കാം. ഇനി നോക്കിയേ, സിറ്റുവേഷൻസ് ഓഫ് ദ സ്റ്റോർസ്, ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ദ ലൊക്കേഷൻ ഓഫ് ദി സ്റ്റോർസ് ആർ. ഓക്കെ, ഒരു ഹോസ്പിറ്റലിന്റെ സ്റ്റോർസ് ലൊക്കേഷൻ എവിടെ വരണം എന്ന് നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? ക്ലോസർനെസ് ടു ദ യൂസർ. എന്താണ്? നമ്മള് ഒരു സാധനം എവിടെയാണോ ഉപയോഗിക്കുന്നത്, ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ ഉപയോഗിക്കുന്നത്, ആ ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത് വരണം എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഇപ്പോ എന്താ, ഡ്രഗ്സുകൾ എടുക്കാം. ഡ്രഗ്സുകൾ ഇപ്പൊ ഫാർമസി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത് വരണം, എവിടേക്ക് അത് വരണം കറക്റ്റ് ആയിട്ട്? ഇപ്പൊ കാഷ്വാലിറ്റിയിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫാർമസി ഉണ്ട് അല്ലെ. എന്താണ്, പെട്ടെന്ന് തന്നെ രോഗിയെ കൊണ്ടുവരുമ്പോ അല്ലെ, ഒപിക്ക് അടുത്ത്, അതുപോലെ തന്നെ സോറി ഓപ്പറേഷൻ തിയേറ്റർ, അതുപോലെ തന്നെ OPD അല്ലെ, അങ്ങനെയുള്ള പല ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്തും എന്തുണ്ട്? ഈ ഫാർമസി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഫാർമസി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അല്ലെ, ഫാർമസി ഉണ്ട്. കാരണം എന്താണ്, ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിന്റെ അടുത്തൊക്കെ എന്താണ്, കൂടുതലായിട്ടും മരുന്നുകൾ അത്യാവശ്യമായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വാങ്ങിക്കേണ്ട ഒരു സന്ദർഭം വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള രീതിയിലാണ് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ കാഷ്വാലിറ്റിയിലായാലും രോഗികളെ പെട്ടെന്ന് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്താണ്, മരുന്ന് നമുക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ടതുണ്ട് അല്ലെ, പെട്ടെന്ന് തന്നെ. അത്തരത്തിലുള്ള എന്താണ് ഐറ്റംസുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്തായിരിക്കണം ഇത്തരത്തിലുള്ള സ്റ്റോറുകൾ ഉണ്ടായിരിക്കേണ്ടത്. പിന്നെന്താ, ഫ്യൂച്ചർ ഗ്രോത്ത് ഓർ ഡൈവേഴ്സിഫിക്കേഷൻ പ്രൊസീജിയർ. അതുപോലെ തന്നെ ഭാവിയിൽ വിപുലീകരിക്കാൻ കഴിയുന്ന രീതിയിലാണ് സ്റ്റോറിന്റെ ലൊക്കേഷൻ വരുന്നത്. ക്ലിയർ? നമ്മൾ ആദ്യം ഒരു ചെറിയൊരു രീതിയിൽ ഹോസ്പിറ്റലിൽ തുടങ്ങി, പിന്നീട് നല്ല രീതിയിൽ എന്താണ് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു നിലവാരത്തിലേക്ക് ഹോസ്പിറ്റലിൽ എത്തിയപ്പോ എന്താണ്, അതും വലുതാക്കാനായിട്ട് തുടങ്ങും അല്ലെങ്കിൽ വിപുലീകരിക്കാൻ തുടങ്ങും അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഭാവിയിൽ വിപുലീകരിക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം സ്റ്റോറിന്റെ ലൊക്കേഷൻ വരുന്നത്. ഇനി അവൈലബിലിറ്റി ഓഫ് വെഹിക്കിൾ, അതായത് ഇപ്പൊ ഡ്രഗ് സ്റ്റോഴ്സിലേക്കൊക്കെ വാഹനങ്ങൾ വരാനായിട്ടുള്ള ഒരു അവൈലബിലിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ, പാർക്കിംഗ് ആൻഡ് അൺലോഡിങ്, പാർക്ക് ചെയ്യാനായിട്ടും സാധനങ്ങൾ ഇറക്കാനായിട്ടും കയറ്റാനായിട്ടുള്ള സൗകര്യങ്ങൾ ഇതിൽ ഉണ്ടായിരിക്കണം, സ്റ്റോറിന് ഉണ്ടായിരിക്കണം. ആഡിക്വേറ്റ് ടേണിംഗ് സ്പേസ്, അതുപോലെ തന്നെ എന്താണ്, സാധനങ്ങൾ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വെക്കാനായിട്ടുള്ള സ്പേസ് സ്റ്റോറിന് ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ്, ഡേഞ്ചറസ് മെറ്റീരിയൽസ് സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള സൗകര്യം അല്ലെ. ഈ ഡേഞ്ചറസ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ അറിയാലോ എല്ലാവർക്കും അല്ലെ, ഒരു മുൻകരുതൽ എടുക്കേണ്ട ഒരു മെറ്റീരിയൽസ് ആണ് ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് അല്ലെ. അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യണം, അത് സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്യാനുള്ള സൗകര്യം നമ്മുടെ സ്റ്റോറിന് ഉണ്ടായിരിക്കണം. ഇനി എന്താ, സേഫ്റ്റി, സുരക്ഷിതത്വം അല്ലെ. സാധനങ്ങൾ വെക്കാനായിട്ടും അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫുകൾ, അവിടെ സ്റ്റോറിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ സ്റ്റാഫിനും അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്ന വിധത്തിലായിരിക്കണം സ്റ്റോറിന്റെ സ്ഥാനം വരേണ്ടത്. ഇനി എന്താ, ഇൻഫ്ലേമബിൾ, എന്താണ്, തീ അല്ലേ. തീപിടുത്തമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പൊ അവിടെ നിന്ന് ആ സ്റ്റോറിൽ നിന്ന് പെട്ടെന്ന് അവിടെ വർക്ക് ചെയ്യുന്നവരെ നീക്കം ചെയ്യാനായിട്ടും മറ്റേ എന്താണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യാനുള്ള സൗകര്യവും എവിടെ ഉണ്ടായിരിക്കണം, സ്റ്റോറിൽ ഉണ്ടായിരിക്കണം. ഇത്തരം കാര്യങ്ങളാണ് സ്റ്റോറിന്റെ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. വായിച്ചു നോക്കിയേ. ഇത്രയും വരെ നമുക്ക് വെച്ച് നിർത്താം, വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഒന്ന് വായിച്ചു നോക്കാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ ഇത്രയും വരെ എടുത്തത്? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. വായിച്ച് പഠിച്ചിട്ട് വരെ ഇത്രയും വരെ. ഓക്കെ, താങ്ക് യു.